ഒരു പിടിവലി നടക്കുമായിരുന്നു ഇവിടെ ഇത്ര നേരം. പൂച്ചയും കുയിലിനെയും പൊക്കിക്കൊണ്ട് പൂച്ച പോയി. പിടിച്ച് കിട്ടി. ഇല്ല. എന്നാ പറ്റി? ഇതിപ്പോൾ ഒരു പൂച്ച ഉണ്ടല്ലോ, ഇതിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് ഓടുമായിരുന്നു. നമ്മളെ കണ്ടുകൊണ്ട് ഇട്ടിട്ട് പോയി. മൊത്തം വെള്ളമൊക്കെ ആയി ദേഹത്തെല്ലാം. ഓ, പരിക്കൊന്നുമില്ല. വെള്ളത്തിലോട്ട് വീണേ. ഇത് പൂച്ച പിടിച്ചപ്പോൾ ഇത് വെള്ളത്തിൽ പോയി. വെള്ളത്തിൽ പോയപ്പോൾ ഇതൊക്കെ ചകരമൊക്കെ ഏതാണ്ട് പറ്റിയെന്ന് തോന്നുന്നു. പൂച്ച പിടിച്ച പിന്നെ കുത്ത് കഴുകട്ടാകിയായിരുന്നു. മണ്ണ മൊത്തം മണ്ണ. പൂച്ച പൊക്കി പിടിച്ചുകൊണ്ട് പോയതാ. ഇതാറേ സാരി. ഇതൊക്കെ ഒന്ന് വിറ്റോ അപ്പം? അതിപ്പം ആര് വലിച്ചു കൊടുത്തോണ്ട് വന്നോ? കൊണ്ടുപോയല്ല പിന്നെ ചാമളയുടെ ഊളത്തരം ഒന്നും അവന്റെ അടുത്ത് നടക്കാൻ. അവന് കറക്റ്റ് ഡ്യൂട്ടിക്ക് കയറണ്ട. അല്ല ചാമളയോട് തത്തി കളിച്ച് അവന് ആ 5 മിനിറ്റ് മുമ്പ് എഴുന്നേക്കത്തുള്ളൂ. അന്നേരത്തെ അവനങ്ങനെ ഇത് ഞങ്ങളുടെ വണ്ടി അവിടെ നിന്ന് 4 മണിക്ക് തിരിച്ചാ. പക്ഷെ ബ്ലോക്കും പിന്നെ ഞങ്ങൾ വന്നപ്പം 11:30 ഇവിടുന്ന് പറ്റ. അത് കഴിഞ്ഞ് എത്ര ആ കൊച്ചു പോലും പറഞ്ഞില്ല. അതിന് അവർക്ക് 1 മണി കുഞ്ഞിനെയോ ഞങ്ങൾ ആ വഴി ദിവ്യ ഞങ്ങളെല്ലാം കൂടെ അവിടെ കയറിയിട്ടില്ല. കാലിലൊക്കെ ഒരുപാട് നീര് കുടിച്ചു. കുറഞ്ഞിട്ടാ. ഇന്നലെ ആരാണ്ട് ചോദിച്ചേ ചാമളമ്മ എന്തിയാണേ? ആറ്റുകാലമ്മയുടെ വീട്ടിൽ പോയിരുന്നു. ആരാ? ഉണ്ണിയുടെ കൂട്ടുകാരനോട്. ഉണ്ണിയുടെ കൂട്ടുകാരനെ വെച്ചേ. ഉണ്ണിയുടെ കൂട്ടുകാരനാണോ? അമ്മ ശ്യാമമ്മ ആറ്റുകാലമ്മയുടെ വീട്ടിൽ പോയിരുന്നു. എവിടെ പോയാ? ആറ്റുകാലമ്മയുടെ വീട്ടിൽ പോയെന്നല്ലേ പറഞ്ഞു. ഇന്നലെ രാവിലെ ഉണ്ടല്ലോ ഒരു ദിവസം ഒന്നും മഴ ചാറി. അവിടെ ചാറി ഒന്നും നനയാനൊന്നല്ല, എന്നാലും ഒരു അത് പറഞ്ഞാൽ ചിപ്പി പറഞ്ഞായിരുന്നു. അന്നേരം വിറകെല്ലാം എടുത്ത് ഞങ്ങൾ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിപ്പം രണ്ടാമത് എടുത്താണ്. ഞാൻ പറഞ്ഞാലോ ഒന്ന് തൂളിപ്പോയി. ചിപ്പിയെ നാറ്റുകാലം ഉണ്ടെങ്കിൽ ചിപ്പിയെ കളിക്കാതിരിക്കത്തില്ലല്ലോ. ചിപ്പിയാണല്ലോ മെയിൻ. ശ്യാമളയല്ലായിരുന്നു മെയിൻ. ശ്യാമള ആരും കണ്ടു കാണത്തില്ല, അതുകൊണ്ടല്ലേ കാണിച്ചേനെ. പോടാന്ന് ശീലത്ത് അഭിനയിച്ചാൽ എനിക്ക് കറക്റ്റ് ഫ്രണ്ട് ഇടവും കിട്ടും. 4-4.5 മണിക്കൂറാണ് ഇടി കൊണ്ട് പഴുത്തത്. അത് കാരണം അങ്ങോട്ടൊന്നും പിന്നെ പോകാനൊത്തില്ല. വേറെ അമ്പലത്തിലൊന്നും ശോഭച്ചി ഉണ്ടായിരുന്നു ഇടിക്കത്ത്. ശോഭച്ചി എൻ്റെ ഒരു ലൈന് പുറകിൽ നിൽപ്പുണ്ട്. എല്ലാവരും കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തൊഴിലിറങ്ങിയത്. ഇല്ല, ഇപ്പൊ എന്ത് പറയുമ്പോഴാ 6 മണിക്ക് ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനും 6 മണിക്ക് ഇറങ്ങിയത്. എവിടെ അറിയാനോ ഇതിന്റെ പൊന്നെ എന്തോ ജനമല്ലേ. ഓരോ ദിവസം ക്ലാസ്സും ചെല്ലും തോറും വെള്ളം കുടിക്കാൻ വേണ്ടി വന്നവനെ പൂച്ച പിടിച്ചു. എന്നെ ചെയ്യൂന്ന് പറ. ദാഹിച്ചിട്ട് വലഞ്ഞിച്ചിട്ട് വെള്ളം കുടിക്കാൻ വന്നതാ. ആ മണ്ണിനകത്ത് കിടന്ന് വീണ്ടും ഉരുളുവാണ്. ഞാൻ കുളിപ്പിച്ച് വെച്ചതാണ്.
പറക്കാൻ വയ്യ, വെള്ളം കയറണം, ദേഹത്ത് മൊത്തം വെള്ളമല്ലേ. ഇവിടെ ഇരുന്ന് ഉണങ്ങിയിട്ട് പോവാം, ദേഹമൊക്കെ ഉണങ്ങട്ടെ, അന്നേരം പറക്കാൻ പറ്റുള്ളൂ. ഇപ്പം കിടന്ന് നോക്കി കഴിഞ്ഞാൽ പറക്കാൻ പറ്റിയല്ല. അവിടെ ഇരുന്ന് പൂച്ച വരാതെ നോക്കിക്കോണം. വെള്ളം വേണം. അതിലേലും കിടന്ന് ചാടി വീണ്ടും പോയി പൂച്ചയുടെ വായിപ്പെടട്ടെ, അത്ര പറയാനുള്ളൂ കേട്ടോ. ഓക്കെ, ഇതുണ്ടോ, ഇങ്ങോട്ട് വാ. വാ, ഇതുണ്ടോ ഇരിക്കുന്നത്? ആരാന്ന്? ആരാ? എവിടെ? ഇതുണ്ടോ? ആരാ അത്? കുയില്. ആ, കുയിലേ, പൂച്ച പിടിച്ചാ. ആ വെള്ളപ്പൂച്ചയില്ലേ, പിടിച്ചുകൊണ്ട് അങ്ങ് പോവായിരുന്നു. നമ്മളെ കണ്ടുകൊണ്ട് ഇട്ടിട്ട് ഓടി. വയ്യായിരുന്നു, അത് നനഞ്ഞിരിക്കുക കംപ്ലീറ്റ്. അടച്ചിട്ട് പോകണം, ശ്യാമളമ്മ തുറന്നിട്ടേക്കുന്ന. കുയിലാടി, കുയില്, കുയില്, കുയിലേ, 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 എന്നാ കുയിലേ. ഇതാണ് പുള്ളിക്കുയില്. വേറൊരു കുയിലുണ്ട്, കരിങ്കുയിലുണ്ട്, അതും ഇവിടെ വരും. കരിങ്കുയിലും പുള്ളിക്കുയിലും. ഒന്നുകൂടെ പഠിക്കേ. കൂടെ ഇവിടെ പുള്ളി ശാമ്പ് കുയിലിനെ വെച്ച് പാട്ട് പാടുന്നു. വീഴും വീഴും, അത് സ്വാഭാവികം. വീണില്ലല്ലോ, അത്ഭുതപ്പെട്ടാൽ മതി. എന്നിട്ട് അങ്ങോട്ട് കുറച്ച് നേരത്തെ നമ്മള് പൊങ്കാലിട്ടില്ല, കുറച്ച് മുമ്പോട്ട് വന്നിട്ട് അവരുടെ എന്താ അപ്പൊ തണല് നോക്കുക. തണലെന്ന് പറഞ്ഞാൽ മൊത്തം തണലാണ്. നല്ല അവിടെ തണലുണ്ട്, അവിടെ മൊത്തത്തിൽ അവിടെ തണലാണ്. തേങ്ങ മൊത്തം നോയമ്പെടുത്തിട്ടൊക്കെ പോണ ശ്യാമള, എല്ലാം ഇങ്ങനെ ഇരിക്കും. നോയമ്പെടുക്കാൻ പൊക്കണം കേട്ടോ. ഞാൻ പൊങ്കാലിടാൻ നോയമ്പെടുക്കാം. ഞാൻ നല്ലായിട്ട് 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 ശ്യാമളക്ക് ഇഷ്ടമുള്ളവരല്ല. നല്ല പറ, എന്നിട്ട് പറ, എന്നിട്ട് പറ. എന്നിട്ട് അത് ഇതിനകത്ത് ഇടാനല്ലേ? പറഞ്ഞു. കണ്ടോ, മിണ്ടുന്നില്ലേ കുട്ടി, മിണ്ടണില്ല. എടാ, അമ്മ എന്നെ രക്ഷിച്ച, അല്ലെങ്കിൽ നിങ്ങളിപ്പോ എന്നെ ജീവനോടെ കാണുകയല്ല. അത് നിങ്ങളെ തെങ്ങാണോ വീണേ? കാണുന്നതിനല്ല, നിന്റെ അമ്മ എങ്ങനെയാ മരിച്ചത്? തേങ്ങ വീണ്ടെന്ന് പറയാനാ. അപ്പൊ തെങ്ങ ഉണ്ടായിട്ടല്ലേ തേങ്ങ വീഴുന്നേ? ചുമ്മാ തേങ്ങ വീഴുവോ? ശ്യാമളയുടെ തേങ്ങാടെ തേങ്ങാക്കറി. തേങ്ങ എങ്ങനെ വെച്ചാ തേങ്ങ വീണ് മരിച്ചു പോയി. തെങ്ങ എന്നാ വീണേ ഇപ്പൊ? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് പിന്നെ അവിടെ പോയി കിടക്കാൻ. അവരെ വിളിച്ചങ്ങോട്ട്. അപ്പഴത്തെ എന്റെ കൂടെ ഒരു ചേച്ചിയുണ്ട്, അവിടെ ഉള്ള. അവന്റെ ബുദ്ധിമുട്ട് നമുക്ക് രണ്ടും കൂടെ ആണ്. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, പിന്നെ എന്തിനാ നീ ഇപ്പം ഇവിടെ കുറച്ചു നേരം കിടന്നാൽ മതിയല്ലോ, ഇവിടെ കിടന്നിട്ട് നമുക്ക് വെളുപ്പിനെ എണീറ്റ് കുളിക്കണം, അല്ലെങ്കിൽ ആ തിരക്കല്ലേ എന്ന് പറയാം. എന്നാൽ ശരി എന്നും പറഞ്ഞോണ്ട് അവര് ബെഡ്ഷീറ്റ് പിടിച്ചു നിന്റെ അവിടെ കിടന്നു. അപ്പൊ തേങ്ങയൊന്നും വലിയായിട്ടൊന്നും ഭയങ്കര പൊക്കമുള്ള തെങ്ങാണ്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഒരു തൈത്തെങ്ങും ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ കിടന്നു. ഒരു 2 മണി അല്ല, 2 മണിയൊക്കെ ആകാറായപ്പം ഭയങ്കര ഒരു ഒച്ച കിട്ടും. ഒച്ച കേട്ടിട്ട് നോക്കുമ്പോ മതില, സൈഡ് മതില. ആ മതിലേ വന്നിട്ട് ഈ മറ്റേ ശരിക്കുള്ള തേങ്ങ അല്ല, തേങ്ങ മറ്റേ ഇത് പേടായിരുന്നു. അത് വന്ന് മതിലെ വീണിച്ചു. അവൻ നേരെ വന്ന് എന്റെ നെറ്റിക്ക് കൊണ്ടാവും. നീ ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ നെറ്റിക്ക് ഇങ്ങനെ വന്ന് എന്തുകൊണ്ട് പണി കിട്ടിയെന്ന് മനസ്സിലായോ? അതിനെന്നാ പണി കിട്ടിയാലെന്നാ? എനിക്കൊന്നും ഒന്നും അറിയില്ല. ഒരു ഇതുകൊണ്ട് നമ്മുടെ തേങ്ങയ്ക്ക് വല്ല പറ്റിയോ? തേങ്ങയ്ക്ക് വല്ലതും പറ്റിയെങ്കിലുള്ളൂ. അയ്യോ, മതിലെ വേണം ഒച്ച കേട്ടോണ്ടല്ലോ. ആമ്പിളാരെല്ലാം കൂടെ ഇവിടെ എല്ലാം ഓടി വന്നു. ഓടി വന്നിട്ട് നമുക്ക് എനിക്ക് വിഷയമില്ല, എനിക്ക് പ്രശ്നം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ കാര്യമെന്നോ? ഞാൻ പതുക്കെ ഇത് എന്നെ ആരണ്ടേ എറിഞ്ഞാന്നും പറഞ്ഞു ഞാനിങ്ങനെ ചാടി. ഞാൻ എണീറ്റതുകൊണ്ടല്ലേ. അല്ല, ഉറങ്ങിയില്ല. എങ്ങനെ ഉറങ്ങാൻ? ബോക്സ് അവിടെ വെച്ചിരിക്കുന്നു.
മറിച്ചും ലൈറ്റും എങ്ങനെ നിങ്ങളോട് ചെന്ന വന്ന ആമ്പിള്ളാരോ അവിടുത്തെ അവിടെ സ്വന്തക്കാർ പിള്ളേരോ ഉണ്ടായിരുന്നു. അവിടുത്തെ ഞാൻ പറഞ്ഞില്ലടി നമ്മൾ ആദ്യം പൊങ്കാല ഇട്ടിട്ടേ വിട്ടില്ല. ഈ തേങ്ങയൊക്കെ ഇട്ട് വെക്കണ്ട ഇല്ല അവിടെ തെങ്ങ് നല്ല ഇതായിട്ട് കിടക്കുന്ന അറിയാന്നല്ലേ. അങ്ങനെ ഉണങ്ങിയ ഓല പോലും ഇല്ലായിരുന്നു. അപ്പൊ മനസ്സിലായല്ലോ. അങ്ങനെ തേങ്ങ പോലും ചാമ്പളയ്ക്ക് ശത്രുവാണ്. ഞാൻ ചോദിച്ചോട്ടെ, അത് നേരിട്ട് ഒരു വെച്ചിങ്ങ വിടാൻ നമുക്ക് സംഭവിക്കുന്നത് എന്നാടി പോയില്ലല്ലേ? പോവും, കുറച്ച് ഞാൻ പറന്നു പോവും. അതിൻ്റെ ദേഹത്ത് ഇപ്പം വെള്ളമായതുകൊണ്ട് അതിന് പറക്കാൻ പറ്റുന്നില്ല. എന്നാലും എൻ്റെ പൊന്നോ, തൊലി വല്ലതും പോയിട്ടുണ്ടോ? ഇല്ലല്ലേ, കടിച്ചു പിടിച്ചോണ്ട് പോവായിരുന്നു പൂച്ച. കാലത്തിന്റെ വിലയാ ഭയങ്കര. കാലത്തിന്റെ വില അതിന് ഇനിയും സമയമുണ്ടല്ലോ. നല്ല പായസം, നല്ല സ്പൂണില്ല. വേണോ? സ്പൂണുണ്ട്. ഇങ്ങോട്ടൊക്കെയാണ് ഇല്ലാത്തത്. ഇവിടെ മനുഷ്യർ ശരിയല്ലായിട്ടേ, ഒന്നിന്റെ മനസ്സ് ശരിയല്ല. പൊങ്കാല പായസം സൂപ്പറാ. അങ്ങനെ പറയാൻ ഒരു ബുദ്ധിമുട്ട്. അമ്മ വെച്ചില്ലേ? അമ്മ കഴിക്കാൻ പോവാ. വലിയ ചെറുതി എന്നാലും ശ്യാമമ്മക്ക് ഇച്ചിരി വലിയ എന്നാ പല്ല് തേച്ചിട്ട് മതി. പല്ലൊക്കെ തേച്ചു പോവാ. കഴിക്കും. എന്നാ എനിക്കൊരു കൂട്ടൊരു പയ്യനായിരുന്നു. ആരോമല്. മതിയോ? ആർക്കാ? നാരായണ വന്നിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞോളെ വെച്ചേക്കാം. മതിയോ? അവനെ കൊണ്ട് അമ്മ പൊങ്കാല ഇരിക്കും. എന്തോ ജോലി എന്തോ കാര്യത്തിന് വേണ്ടിട്ടാണ്. ആണുങ്ങളെ പൊങ്കാല ഇടുന്നുണ്ടല്ലോ. അല്ല, അവനെ കൊണ്ട് പൊങ്കാല അമ്മ ഇടിക്കുക സതി. അല്ല, ആണുങ്ങളെ പൊങ്കാല ഇടില്ലെന്ന് പറഞ്ഞു. അപ്പൊ തിരുമേനി ഇട്ടിട്ടല്ലേ നിങ്ങൾക്ക് എല്ലാം തരുന്നേ? ആദ്യം തിരുമേനിയല്ലേ പൊങ്കാല ഇടുന്നേ? രാജേഷ് എപ്പോ വന്നാലും രാജേഷാ പൊങ്കാല ഇടും. എന്നാന്നറിയോ, രാജേഷ് പറഞ്ഞ 2 ആമ്പിളാരാ, കൊച്ചു പിള്ളേരാ. ഇതുങ്ങൾ കുസൃതി എന്ന് പറയാൻ ഭയങ്കര അമ്മയ്ക്കാണ് കുഞ്ഞുങ്ങളെ അങ്ങനെ നോക്കാൻ പയ്യ. അമ്മയ്ക്ക് ഒരു 10-12 വയസ്സുണ്ട് അമ്മയ്ക്ക്. അമ്മയെ ഏൽപ്പിച്ചിട്ട് വരാം. ഒരു ദിവസം കാര്യല്ലേ, അതുകൊണ്ട് അവൾക്ക് വരവ് നടക്കില്ല. ഈ കൊച്ചെ ഒരെണ്ണം ഉള്ളപ്പോഴെങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട് ഒരു പ്രാവശ്യം അവൾ വന്ന്. അത് പിന്നെ വന്നിട്ടില്ല. അതൊക്കെ പറയാം. അതിന് ഒരു ഞാനും ഇടും. അവരാ പൊങ്കാല ഇടുന്നേ. 2 മണിക്കാകുമ്പോ ചെല്ലണമെന്ന് പറഞ്ഞു. അത്രയും പെട്ടെന്ന് ആൾക്കാർ കുയില അവിടെ ഇരുന്ന് ഉറങ്ങുക. എന്നാ പറ്റി? വയ്യേ? വാ. അയ്യോ, പിന്നല്ലാതെ കുയില് ചപ്പിനകത്തോട്ട് കയറി പേടി. ഇല്ല, അത് പോയൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്നു. തണുപ്പായ ചൂടായതുകൊണ്ടായിരിക്കും അതിനകത്തോട്ട് അങ്ങോട്ട്. അതേ ഇരിക്കുന്നു. ഇങ്ങനെ വെക്കരുത്.
അതിലെ അവളുടെ അതെ എന്നാ താമസം ചോദിച്ചേ ആരാടി വന്നോന്ന് ഇവിടെ ഗൂഗിൾ ചോദിച്ചു. ചോദിച്ചിട്ട് നേരം കുറേ ഗൂഗിള് പറയുന്ന ഇവിടെ കേക്കണം. ആഹാ കൊച്ചിവിടെ 8:55 ഇവിടെ വന്നു. നിന്നോട് ഞാൻ അല്ല, 8:55 തരല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ അപ്പയാണെന്ന് അറിയില്ലേ? വെയിലും കൂടി പതുക്കെ പതുക്കെ നടന്നു വരുവോളൂ. എന്നാ പറന്നുപോയി അവിടെ മരത്തിലോട്ട് പോയി. പിന്നെ ഇനി ഇപ്പോൾ പറന്നുപോയി. ഓക്കെ ഉണങ്ങിയില്ല, ദേഹമെല്ലാം ഉണങ്ങി സെറ്റായപ്പം ഒറ്റ പടക്കൽ അപ്പുറത്ത് ഒന്നും ചെയ്യില്ല. അവിടെ വെച്ച് ഉണങ്ങിയല്ല സാർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ നനഞ്ഞിരുന്നോണ്ടാ പറക്കാൻ പറ്റാ. ഒന്നും അതിനുള്ള മുറിവൊന്നുമില്ല. മരത്തല കയറിയേക്കുന്നത്. ആ ഒത്തിരി ഇതായിട്ട് പറക്കാൻ പറ്റുന്നില്ല അതിന്. പിടിച്ചില്ലേ പിടിച്ചുകൊണ്ട് ഒന്ന് അതിന് കുഞ്ഞാണോ? ഓ മറ്റേ പക്ഷേ ഈ കരിങ്കുയിലിന് ഭയങ്കര ആരോഗ്യമാണ്. ജില്ലയില്ലെന്ന് നയിക്കുന്നത്. പിന്നെ അവിടെ കുളത്തിൽ വെള്ളം കിടക്കണം. അവിടെ വന്നാൽ എല്ലാം കുളിക്കുന്നതും കുടിക്കുന്നത്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവർ കയറി എടുക്കുകയല്ല. അങ്ങനെ തന്നെ വേണം. കുയില് പറന്നു പോകുന്നത് നീ കണ്ടില്ലേ? വീഡിയോ എടുത്താൽ കിട്ടിയില്ല. ആരാണ് കുളിക്കാൻ പോയി? മേടിക്കാൻ തുടങ്ങി. താഴെ കയറി വരത്തില്ല. അവന് ഉച്ചയ്ക്കെങ്ങാനും വന്നാലേ ഉള്ളൂ. മതി, ഉച്ചയ്ക്ക് മതി. ഈ ചീഞ്ഞ അമ്മ എന്തിനാ അമ്മ ഈ കൂടെ എടുക്കുന്നേ? സാരി എന്ത് ഇതിനകത്തിരുന്നേ? കണ്ടോഴി മോളെ നോക്ക്. നീ നമ്മളെപ്പോ അലക്കും? എപ്പോ അലക്കും? തല്ലി മേടിക്കണം ആരാണി കേട്ടോ? അവർ ഇവിടെ നിൽക്കുമായിരുന്നു. ആ താറാവിനെ കയറ്റി വിടറേ. ആ താറാവ് വേണോ? കാട്ടുകോഴി വേണോ? അതോ കുയിൽ വേണോ? എന്നാ വേണ്ടേ? എന്നാ പോക്കോ. ആ മതി. പോയി ബാ ബാ. കാട്ടുകോഴി കാരണം ഒച്ച കേട്ടോ. ബാ വീട്ടിൽ കയറിപ്പോയി. ഞാൻ അടയ്ക്കാൻ പോവാണേ. നീ വരുന്നേ വാ, ഞാൻ പോവാ. കോഴി ഉണ്ടോ അവിടെയാ? വാ. കാട്ടുകോഴി വന്ന് നിന്നെ പിടിച്ചോണ്ട് പോകും കേട്ടോ. വാ ഇങ്ങോട്ട്. എന്നാ ശരി.
വരാമെങ്കിൽ വാ. വീട്ടിൽ പോടി. ഓ വേണ്ട, ഇപ്പോഴൊന്നും വരത്തില്ല. നീ പോ, നീ താമസിക്കും. It's 6:29 p.m. കുയില. ആ കുയിലല്ലേ ഇത്, വേറെ കുയിൽ, കരിങ്കുയിൽ. അതെ നിൽക്കുന്നു. ആ കുയില. അമ്മ വെള്ളം കുടിക്കാൻ വരുന്ന അന്നേരം ഈ പൂച്ച പമ്മി ഇരുന്ന് പിടിക്കുന്നു. അടുത്തൊന്നും കാണിക്കത്തില്ല. പോ. ഷാമ്പു അല്ലേ ഉള്ളു, ഷാമ്പു കത്തിച്ച്. ഡീ വാ ഇവിടെ, അവരൊന്നും വന്നില്ല. ആ എന്നാ എന്നാ പറിച്ചോ? എന്തോ പൊട്ടിച്ചു വലിച്ചു പറിക്കുകയോ എന്തോ ചെയ്തു. നിന്നോട് ആ വലയെ കിടന്ന് തൂങ്ങല്ലേ നീ ഉത്തരവാദിത്തമായിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇനി തൂങ്ങാൻ പറ്റത്തില്ലല്ലോ, അത് പൊട്ടിപ്പോയില്ലേ. ഓക്കെ, വീട്ടിൽ കയറി പോക്കെ. ആ വല പൊട്ടിച്ചടി. എന്നാ കൊച്ചു ഇപ്പൊ കിട്ടും അടി. എന്നാ നീ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അതെ പിടിച്ചിട്ട് തൂങ്ങല്ലെന്നാ. ആ അതിൻ്റെ ഇത് പൊട്ടിച്ചു.